പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചിരുന്നു. ടോൾ പിരിവില്ലാത്തതിനാൽ ദേശീയപാത ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്ന ഒരു ഘടകമാണ്. എന്നിരുന്നാലും ടോൾ പിരിവ് തടഞ്ഞതിലൂടെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെ ടോൾ പിരിക്കുന്നത് ശരിയല്ലെന്ന ഹൈക്കോടതിയുടെ നിലപാട് ശരിയാണെന്ന് ഈ ഗതാഗതക്കുരുക്ക് തെളിയിക്കുന്നു. ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ പോലും ഗതാഗതം സുഗമമാക്കാൻ ശക്തമായ നിരീക്ഷണം വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേശീയപാതയിലെ അണ്ടർപാസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഗതാഗതക്കുരുക്കിന് ഒരു പ്രധാന കാരണമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കരാർ കമ്പനിയായ നാമക്കൽ PST എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയെ കേസിൽ കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കാൻ കരാറുകാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ബ്ലാക്ക് സ്പോട്ടുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകാനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും കോടതി നിർദ്ദേശം നൽകി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് കേവലം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം മാത്രമല്ല, ഇതിന് വലിയ സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളുണ്ട്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഗതാഗതക്കുരുക്ക് യാത്രക്കാരുടെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നു. ഇത് സാധാരണക്കാരായ ജോലിക്കാർ മുതൽ ബിസിനസ്സുകാർ വരെയുള്ളവരുടെ ദിനചര്യകളെ താളം തെറ്റിക്കുന്നു.